ഒരു പരുന്ത് ഇരയെ പിടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ താഴ്ന്നു പറക്കുകയായിരുന്നു. അങ്ങനെ താഴ്ന്നു പറന്നു വന്ന സമയത്താണ് കാക്ക ഈ പരുന്തിനെ കണ്ടത്. ഈ പരുന്തിനെ കണ്ടതും കാക്കയ്ക്കൊരു മോഹം, അതിനെ ഒന്ന് കൊത്തണം, അതിനെ ഒന്ന് പേടിപ്പിക്കാം. കാക്ക വന്ന് അതിനെ കൊത്തി. പരുന്ത് കുറച്ചും കൂടെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. വീണ്ടും കാക്ക പോയി അതിനെ കൊത്തി. അപ്പം കുറച്ചും കൂടെ വേഗത്തിൽ ഈ പരുന്ത് പറന്നപ്പം കാക്കയ്ക്ക് തോന്നി, ഈ പരുന്ത് എന്നെ പേടിച്ച് ഈ പരുന്ത് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഈ പരുന്ത് എന്ത് ചെയ്തു? ഈ പരുന്തിനെ കൊത്താൻ വേണ്ടി കാക്ക വീണ്ടും ചെന്നു, കൊത്തി. പരുന്ത് മെല്ലെ മേലോട്ട് ഉയരാൻ തുടങ്ങി. കാക്കയും ഇതിൻ്റെ പിന്നാലെ പോയി. കുറച്ച് നേരത്തിന് ശേഷം പരുന്ത് നല്ല ഉയരത്തിലെത്തി. പരുന്തിൻ്റെ ഉയരത്തിൽ പറക്കാൻ പറ്റാത്ത കാക്കയ്ക്ക് അത് നേരെ താഴോട്ട് പതിക്കാൻ തുടങ്ങി. പിന്നീടൊരു സമയത്ത് ഈ പരുന്തിനെ കണ്ടുമുട്ടാനിടയായ കാക്ക ആ പരുന്തിനോട് ചോദിച്ചു, നീ ഒരു വലിയൊരു ജീവിയാണ്, എന്നെ ഒരു കൊത്തിന് നിനക്കെന്നെ ഇല്ലാതാക്കാൻ കഴിയും, എന്തുകൊണ്ടാണ് നീ എന്നെ അന്ന് ഭയപ്പെട്ടു പോയത്? അപ്പോൾ ആ പരുന്ത് പറഞ്ഞത്, നിന്നെ ഭയപ്പെട്ടതല്ല, നിന്റെ കൂടെയുള്ള കാക്കക്കൂട്ടെല്ലാം കൂടി എന്നെ ഉപദ്രവിക്കും എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അന്ന് മിണ്ടാതെ പോയത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹവും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മളെ കളിയാക്കാനും ഉപദ്രവിക്കാനും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും എല്ലാ പരിശ്രമവും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ അപവാദങ്ങളായിരിക്കും നമ്മളെക്കുറിച്ച് പറയുക. നമ്മൾ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാൽ നമ്മൾ ഈ പരുന്ത് പോയതുപോലെ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തില്ല. നമ്മൾ ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള പല ആളുകളെയും നമ്മൾ അവഗണിക്കേണ്ടി വരും. അത് ചിലപ്പം ബന്ധുക്കാരാവാം, സ്വന്തക്കാരാവാം, സുഹൃത്തുക്കളാവാം, സമൂഹത്തിലെ ഉന്നത വ്യക്തികളായിരിക്കാം. ഇവരെയൊക്കെ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോയാലല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിച്ചേരാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കുടുംബത്തിലായാലും ശരി, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇപ്പം 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 പേരും 4 സൈസായിരിക്കും. അപ്പോൾ ആ കുടുംബത്തിൽ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അല്ലെങ്കിൽ മാതാവിനും പിതാവിനുമൊക്കെ എല്ലാവരോടും ഒരേ പരിഗണന ആയിരിക്കത്തില്ല. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനോട് എന്ത് ചെയ്യും? ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കും. കാരണം മറ്റുള്ളവർ പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ ഇവനെ കൊണ്ട് നടക്കുമെന്നുണ്ടെങ്കിൽ ഇവനോട് ഈ കാര്യങ്ങൾ പറയാറുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ സ്വയം ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലരെയും അവഗണിക്കേണ്ടി വരും, പല കാര്യങ്ങളും അവഗണിക്കേണ്ടി വരും, പല മേഖലകളും ചിലപ്പം വിടേണ്ടി വരും. നമ്മളായി മാറുന്ന ഒരു കാലഘട്ടം എത്തിയാൽ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പരിശ്രമങ്ങൾ ഉയർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളെന്നും ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന വിഷയങ്ങളെ അത് എത്ര വലുതാണെങ്കിലും അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട്, അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിച്ചാൽ നമ്മുടെ വിജയം സുനിശ്ചിതമായിരിക്കും, നമ്മുടെ ജീവിതം സുഖകരമായിരിക്കും.